ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു മോഹൻലാൽ ചലച്ചിത്രവുമായിട്ടാണ്. തന്മാത്ര എന്ന വളരെ നല്ല ഒരു ചലച്ചിത്രമായിരുന്നു ഇത്. എല്ലാ പ്രേക്ഷകരും വളരെയധികം ഹൃദയപൂർവ്വം നെഞ്ചിലേറ്റിയ ഒരു പടമായിരുന്നു തന്മാത്ര. 2005 ഡിസംബർ 16 ഈ ചിത്രം റിലീസ് ആയത്. ഇതിൻ്റെ സംവിധാനം ബ്ലെസ്സിയാണ് നിർവഹിച്ചിരിക്കുന്നത്. സംഗീത സംവിധാനം മോഹൻ സിതാര, ലിറിക്സ് കൈതപ്രം. ഇതിന് ധാരാളം അവാർഡുകൾ ലഭിച്ചു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ, ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ മോഹൻലാൽ, നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ 2007 ബ്ലെസ്സി, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ ഈ ചിത്രം വാരിക്കൂട്ടുകയുണ്ടായി. ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. ഈ ചിത്രം പത്മരാജൻ്റെ ഓർമ്മ എന്ന കഥയെ ആസ്പദമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നുള്ളൊരു കഥയാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മോഹൻലാൽ, രമേശൻ നായർ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അർജുൻ ലാൽ, മോഹൻലാലിൻ്റെ മകനായിട്ട് അർജുൻ ലാൽ, മനു. മീര വാസുദേവൻ ലേഖ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിലെ ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട് പ്രതാപ് പോത്തൻ. നെടുമുടി വേണു രമേശൻ നായരുടെ അച്ഛനായി വേഷം ചെയ്യുന്നു. കൃഷ്ണൻ നായർ, സീത, ജഗതി ശ്രീകുമാർ ജോസഫ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നസെൻറ്റ്, നിരഞ്ജന, അവരുടെ രമേശൻ നായരുടെ മകളായിട്ട് വേഷം ചെയ്തിരിക്കുന്നു നിരഞ്ജന. ദിനേഷ് അറോറ IAS ഓഫീസർ. മങ്ക മഹേഷ് ലേഖയുടെ അമ്മയായി വേഷം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഇവരാണ് പ്രധാന കാസ്റ്റിംഗ്, പ്രധാന താരങ്ങൾ. ഇങ്ങനെയുള്ള മുൻനിര താരങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മോഹൻ സിതാര. വരികൾ കൈതപ്രത്തിൻ്റെ വരികൾ. മികച്ച ഗാനങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേലെ വെള്ളിത്തിങ്കൽ, അത് മോഹൻ സിതാര സംഗീതം ചെയ്തിരിക്കുന്നു. കൈതപ്രത്തിൻ്റെ വരികൾ ആലപിച്ചിരിക്കുന്നത് മീനു കാർത്തിക്. അതുപോലെ തന്നെ ഇതളൂർന്നു എന്ന ഗാനം വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ചിത്രത്തിന് അനുയോജ്യമായ ഗാനങ്ങളാണ് ഇതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചിത്രം ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടി എന്ന് പറയുന്നു. ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. അങ്ങനെ വളരെ മേന്മകൾ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു ഇത്. നല്ല ഒരു മനോഹരമായൊരു കുടുംബമാണ് രമേശൻ നായരുടേത്. അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. +2 പഠിക്കുന്ന മകൻ, പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ. ഇതൊക്കെയാണ് ഇതിലെ കഥയുടെ ഇതിവൃത്തം. വളരെ സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം. അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറാണ്. മകൻ പഠിക്കുവാൻ മിടുക്കനാണ്, എന്നാൽ അല്പം കുസൃതികളുമൊക്കെയുണ്ട്. കൂട്ടുകാരി റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്നതും പിസ്സ വാങ്ങിക്കൊടുക്കുന്നതും കോമ്പസ് കൊണ്ട് കയ്യിൽ കുത്തുന്നതും അങ്ങനെ ഉള്ള ചില നർമ്മ രംഗങ്ങൾ, കോമഡി രംഗങ്ങളൊക്കെ ഇതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. നല്ല ഒരു കുടുംബകഥയാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് നെടുമുടി വേണു വേഷം ചെയ്യുന്നു. കൃഷ്ണൻ നായർ. അതൊക്കെ വളരെ ഗ്രാമപ്രദേശത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. മകനെ പലതവണ അവിടേക്ക് ട്രാൻസ്ഫറായി ചെല്ലുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മകന് തിരുവനന്തപുരത്ത് ആണ് ജീവിക്കാൻ കൂടുതൽ താല്പര്യം, കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ഒക്കെ.
അങ്ങനെയുള്ള ചില പിണക്കങ്ങൾ അച്ഛനും മകനും തമ്മിൽ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് ചെല്ലുന്നില്ല, തറവാട്ടിലേക്ക് ചെല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ വലിയ ഒരു നല്ല ഒരു ഓഫീസർ തന്നെയാണ് ഇദ്ദേഹം. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു രോഗം വരുന്നതായിട്ട് കാണുന്നു. അതായത് അദ്ദേഹത്തിന് അൽഷിമേഴ്സ് ബാധിച്ചു. അൽഷിമേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം, ഓർമ്മശക്തി നഷ്ടപ്പെടുകയാണ്. അത് പല അച്ഛനും മകനും കൂടി തന്നെ ഒരിക്കൽ വണ്ടിയിൽ പോകുമ്പോൾ പറയുന്ന ഒരു രംഗമുണ്ട്. അച്ഛൻ ഇന്ന് പല്ല് തേച്ചത് എൻ്റെ ബ്രഷ് എടുത്തിട്ടാണ് അച്ഛാ എന്നാദ്യമായിട്ട് മോൻ അങ്ങനെ പറയുന്നു. അപ്പോഴേ അച്ഛനിങ്ങനെ തമാശയ്ക്ക് ദേഷ്യപ്പെടുന്നതും ഒക്കെ ഉണ്ട്. പിന്നീട് കാണുന്ന ഒരു ഓർമ്മ കുറയുന്നതിൻ്റെ ആയ രംഗമാണ് കാണുന്നത്. ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഫയൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കുന്നത് വീട്ടിൽ ഫ്രിഡ്ജിലാണ് കൊണ്ടുവന്ന് അത് സൂക്ഷിച്ച് വയ്ക്കുന്നു. അങ്ങനെ ഓർമ്മ പോയി. പിന്നെ അതുപോലെ തന്നെ വീടാണെന്ന്, ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് എന്ന് ധരിച്ചുകൊണ്ട് ഓഫീസിൽ പോകുന്ന സമയത്ത് കുറേ ചീര, വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കൊണ്ട് പോയി ഓഫീസിൽ കൊണ്ടുവെക്കുന്ന ഒക്കെ രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ പിന്നീട് സാധിക്കുന്നത്. അങ്ങനെ പടിപടിയായി അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നു. ആ കുടുംബ ദുഃഖത്തിലേക്ക് വീഴുന്നു. മകനെ ഒരു IAS ഓഫീസർ ആക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഈ ദുഃഖത്തിനിടയിലും മകൻ പഠിക്കുന്നു. അവർ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ ചെന്ന് ചികിത്സകളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ മകൻ പഠിച്ച് അച്ഛൻ്റെ ഈ രോഗക്കിടക്കയിൽ അച്ഛൻ കിടക്കുന്ന സമയത്ത് തന്നെ മകൻ മനു പഠിച്ച് നല്ല മിടുക്കനാകുന്നു. IAS മകന് കിട്ടുന്നു. ആ സമയം തന്നെ അച്ഛൻ രമേശൻ നായർ മരിക്കുന്നു. അമ്മയെ വിളിക്കുമ്പോൾ ചോദിക്കുന്നു, അച്ഛന് സുഖമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് മോനെ എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്ത് അവൻ്റെ അച്ഛൻ ഈ ലോകം വിട്ടു പോയിരുന്നു. വളരെ മനോഹരമായ കഥയാണിത്.